നമസ്കാരം. ഞാൻ ഡോക്ടർ അഖില വിനോദ്, നാച്ചുറോപ്പതി ഡോക്ടർ, യോഗ തെറാപ്പിസ്റ്റ്, NLP പ്രാക്ടീഷണർ. അപ്പോൾ ഇന്ന് ഒത്തിരി പേരുടെ ഒരു സങ്കടമാണ് ഇന്ന് ഞാൻ ഈ ഒരു ടിപ്പായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല, ഡോക്ടറിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, പക്ഷേ അത് ഡോക്ടറിന് ചേരും, ഡോക്ടറിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള പല പല സങ്കടങ്ങളാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ആ സങ്കടം മാറ്റാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇന്ന് മുതൽ യോഗ ചെയ്യണം എന്നുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലോക്കോ ലിമിറ്റേഷൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിയെടുത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള യോഗ എക്സസൈസാണ് ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്ന കസേരയിലിരുന്ന് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ചെയറിൽ സ്ട്രെയിറ്റ് ആയിട്ട് നട്ടെല്ല് നിവർത്തി ഇരിക്കുക. അതിനുശേഷം കൈ എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. നമ്മളുടെ കഴുത്തിൻ്റെ എക്സസൈസ്, തലയും കഴുത്തിൻ്റെ എക്സസൈസ് നമുക്ക് ആദ്യം ചെയ്യാം. സൈഡിലേക്ക് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും സ്ട്രെച്ച് ചെയ്ത് നോർമൽ ശ്വാസഗതി. അതിനുശേഷം അപ്പ് ആൻഡ് ഡൗൺ 3 മുതൽ 5 തവണ വരെ ചെയ്യാം. ശേഷം നമ്മളുടെ കഴുത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് വരുത്തുക. അതിനുശേഷം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അതിനുശേഷം ബാക്കിലേക്ക്. ഇനി നിങ്ങളുടെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്, അതായത് ROM എന്ന് പറയും. അതായത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ കഴുത്ത് തിരിക്കാൻ പറ്റുന്ന നിങ്ങൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഇതുപോലെ ഒന്ന് തിരിഞ്ഞു നോക്കുക. അപ്പോൾ നമ്മളുടെ കഴുത്തിൻ്റെ എക്സസൈസ്, അതുപോലെ തലയുടെ എക്സസൈസ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മളുടെ ഷോൾഡർ, ഈ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ കൈ ഇങ്ങനെ ഒരു മുഷ്ടി പിടിച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കെ ഒരു ഹാൻഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. നമ്മൾ ബാക്കിലേക്ക് ഒന്ന് നോക്കുക. ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 3 തവണ. അതിനുശേഷം തിരിച്ച് ഇതേപോലെ നോർമലായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. അതിനുശേഷം ഇപ്പുറത്തെ കൈ. അപ്പം നമ്മൾക്ക് അറിയാൻ പറ്റും ഇവിടെയൊക്കെ നമ്മളുടെ ഒരു മസിൽസും എല്ലാം സ്ട്രെച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഒത്തിരി ആൾക്കാർ ഈവൻ കിടപ്പായിട്ടുള്ളവർക്ക് പോലും എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള സ്ട്രെച്ചസാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമ്മളുടെ അടുത്ത ഒരു ജോയിൻ്റാണ് റിസ്റ്റ് ജോയിൻറ്റ്. അത് ഇതുപോലെ 5 തവണ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. തിരിച്ചിതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുക. ഇനി അത് നിങ്ങൾക്കൊരു പാടാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക. നമ്മുടെ റിസ്റ്റിനെ ഇതുപോലെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അതിന് ശേഷം തിരിച്ചും റൊട്ടേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ കൈ. ഇനി ഫിംഗർ സ്ട്രെച്ചസ്. ഇങ്ങനെ ഫിംഗർ സ്ട്രെച്ച് ചെയ്യാം. ഇത്രയും ഈസി ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അത് ഇപ്പോൾ ഈ കസേരയുടെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തതാണ്. നിങ്ങളുടെ കസേര എങ്ങനെയാണെങ്കിലും അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഒരു കൈ കസേരയുടെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോയി മറ്റേ കൈ, അതായത് ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് നീ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വളരെ സാവധാനം റൈറ്റ് ടു ലെഫ്റ്റ് നീ ചെയ്തിട്ട് മറ്റേ കൈ ബാക്ക് സൈഡ് ഓഫ് ദ ചെയറിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. ഇതേപോലെ ഒരു 6 പ്രാവശ്യം, ടോട്ടൽ 6 ടൈംസ്. ശ്വാസം വിട്ടുകൊണ്ട്
ദീർഘമായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. അതിനുശേഷം ഇങ്ങോട്ട്. ഇത് കണ്ടിട്ട് ഈസി ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. ഇനി അടുത്തത് നമ്മളുടെ ശ്വാസം ഇങ്ങനെ ശ്വാസം എടുക്കുക. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഷ്രിംപ് പോസ് എന്ന് പറയും, ഒരു ചുരുങ്ങി നമ്മളിങ്ങനെ ഇരിക്കുക. അതിനുശേഷം വീണ്ടും ശ്വാസം ലുക്ക് അപ്പ്, ശ്വാസം വിട്ടുകൊണ്ട് ചുരുങ്ങി നമ്മളുടെ ബാക്കിനൊക്കെ നല്ല സ്ട്രെച്ച് കിട്ടും. വീണ്ടും ഇൻഹേൽ, എക്സേൽ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം 3, 5 അങ്ങനത്തെ ചെറിയ നമ്പറിൻ്റെ കണക്കുകളാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇഷ്ടമായൊരു സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഒരു 10 തവണയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ശേഷം നമ്മളുടെ കാലുകൾ, നമുക്ക് ഈ കാല് നമുക്ക് കുനിയാൻ പറ്റുന്നില്ലാത്തവരാണ് ഈ കാലിങ്ങനെ പൊക്കി പിടിച്ചിട്ട് നമ്മളുടെ ഈ ആംഗിൾ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം നിന്നിട്ട് ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നവും ഇതിനകത്ത് വരുന്നില്ല. അതേപോലെ തന്നെ മറ്റേ കാലും ഇതുപോലെ പൊക്കി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക, തിരിച്ചും റൊട്ടേറ്റ് ചെയ്യുക. ഇത്രയും ഈസി ആയിട്ടുള്ള എക്സസൈസ് ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് കടക്കാം. ഇനി നമ്മൾ കസേര ഇതുപോലെ മുമ്പിൽ വെച്ചിട്ട്, അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കസേരകൾ വേണം. ഡൈനിങ് ടേബിളിൻ്റെ ചെയേഴ്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇട്ടിട്ട്, പ്ലാസ്റ്റിക് ചെയേഴ്സ് ഉപയോഗിക്കരുത്. ഇതുപോലെ നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ നിന്നിട്ട് നമ്മളുടെ നടു നന്നായി നിവർത്തി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഈ സ്ട്രെച്ച് കുറച്ച് നേരം നിങ്ങൾ ഇതുപോലെ നിൽക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതിനുശേഷം പതുക്കെ മുമ്പിലേക്ക് നടന്നു വരിക. ഇതാണ് വളരെ ഈസി ആയിട്ടുള്ള നടു സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു പൊസിഷൻ. ഇനി നമുക്ക് വേറൊരു പൊസിഷനിലേക്ക് കിടക്കാം. ഇനി നമുക്ക് കിടന്നുകൊണ്ടുള്ള യോഗ പോസ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ട് എന്തൊക്കെ നമുക്ക് കിടന്നുകൊണ്ട് ചെയ്യാം എന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ മുട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഈ കാൽമുട്ട് പതുക്കെ നമ്മളുടെ ഈ നെഞ്ചിനോട് ചേർത്തൊന്ന് സ്ട്രെച്ച് ചെയ്യുക. എക്സെയിൽ ചെയ്യുക. ഇങ്ങനെ. അപ്പോൾ ചിലപ്പോൾ വയറ് കൂടുതലുണ്ടെങ്കിൽ ഇത്രയും അമർന്ന് വരണമെന്നില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും തന്നെ നിങ്ങൾ ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാനിപ്പോൾ ഒരു വശം 3 തവണ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഒരു 5 തവണ വെച്ച് 2 സൈഡിലും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ബ്രിഡ്ജ് പോസ് അഥവാ സേതുബന്ധാസന എന്ന് പറയുന്നൊരു യോഗ പോസ്റ്ററുണ്ട്. വളരെ ഈസിയാണ്. അത് നടുവേദനയ്ക്കൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്ന ഒരു യോഗ പൊസിഷനാണ്. അതായത് നമ്മളുടെ നടു ഇതുപോലെ ഒന്ന് പതുക്കെ പൊക്കി, ഞാൻ ഇതിൻ്റെ ഫൈനൽ പൊസിഷനല്ല, ഏറ്റവും ബിഗിനർ ലെവലിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളൊരു സ്ലാൻഡിങ് പൊസിഷനിൽ നിങ്ങളുടെ ബോഡി വയ്ക്കുക ഇതുപോലെ. അതിനുശേഷം വളരെ സാവധാനം ഈ ഹിപ്പ് ഡൗൺ ചെയ്യുക, ഹിപ്പ് അപ്പ് ചെയ്യുക ആൻഡ് ഡൗൺ. ഇതേപോലെ നിങ്ങൾക്കൊരു 10 തവണ വളരെ സാവധാനം ചെയ്യുക. അഞ്ച് തവണ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കാല് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് മറ്റേ കാല് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് പതുക്കെ ഈ വശത്തേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ സമയം നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ തലേണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വച്ചു കൊടുക്കുക. കുറച്ചും കൂടി വലിപ്പമുള്ള തലേണകൾ നിങ്ങൾക്ക് വയ്ക്കാം. നിങ്ങളുടെ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട്. ഇപ്പോൾ വലത് കൈയോ ഞാൻ ഇടത് കാലിനെ ബ്ലോക്ക് ചെയ്ത് ഇതുപോലെ കുറച്ച് നേരം കിടക്കുക. അപ്പോൾ ആ നടുവിൻ്റെ വേദനകളോ ടെൻഷൻസോ എന്തുണ്ടെങ്കിലും മാറിക്കൊള്ളും. അതേപോലെ തന്നെ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു തലേണ ഇപ്പുറത്തെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഈ കാല് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട്, നമ്മളുടെ മുഖം ഇങ്ങോട്ട് വരും, നമ്മുടെ കാല് അപ്പുറത്തെ വശത്തേക്ക് സ്ട്രെച്ച് ചെയ്യും. ശേഷം റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ഇതുപോലെ കിടക്കുക.
തിരിച്ചു വരിക. അതിനുശേഷം ഈ തലയണ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സ്പൈനിൻ്റെ ടെയിൽ ബോണ്ട്, അതായത് നടുവിൻ്റെ ഏറ്റവും അറ്റത്ത് ആയിട്ട് ഇത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ കാല് പതുക്കെ ആദ്യം നിങ്ങൾ ഫ്ലെക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കാല് പൊക്കുക, രണ്ടാമത്തെ കാല് പൊക്കുക. കാല് ഇതേപോലെ തന്നെ തിരിച്ചും വയ്ക്കുക. ഒരു കാല് പൊക്കുക, മറ്റേ കാല് bend down and relax. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ആപ്സ് എക്സസൈസുമാണ്. അത് കൂടാതെ നിങ്ങളുടെ ആ ഒരു മസിൽസിനെ മുഴുവൻ സ്ട്രെച്ച് ചെയ്യാനും ഈസി ആയിട്ട്, എനിക്ക് തോന്നുന്നു ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എല്ലാവർക്കും ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള സ്ട്രെച്ചസ് ആണ്. ഇൻ കേസ് ഇപ്പോൾ ഒട്ടും കാല് പൊക്കാൻ വയ്യാത്തവർ സ്ട്രാപ്പ് ഇട്ട്, നമ്മളുടെ വേറൊരു വീഡിയോയിൽ നമ്മൾ സ്ട്രാപ്പ് വെച്ച് ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട്. അതിനകത്ത് നമ്മൾ സ്ട്രാപ്പ് വെച്ചിട്ട് ഇത് സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ സ്ട്രാപ്പ് തിരിച്ചു വയ്ക്കുക. അത് സ്ട്രാപ്പിൻ്റെ സഹായത്തോടുകൂടി മറ്റേ കാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളുടെ ഈ കാലുകൾ നമ്മൾ ഇതുപോലെ റിലാക്സ് ചെയ്ത് ഈ തലയണയിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വളരെ സുഖമായിട്ട് കിടക്കാം കുറച്ച് നേരം. അതിനുശേഷം നിങ്ങൾ ഈ തലയണ റിലീസ് ചെയ്യുക. ഇനി നേരെ നമ്മളുടെ കാൽപാദങ്ങളിലുള്ള സ്ട്രെച്ചസാണ്. നമ്മളിങ്ങനെ കാലിൻ്റെ ഈ ഒരു എക്സസൈസ് റൊട്ടേറ്റ് ചെയ്യുക. ആങ്കിൾ ജോയിൻ്റ് 3 തവണ വച്ചിട്ട് ഇനി കാല് മുമ്പോട്ടും ബാക്കിലേക്കും ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പുറത്തേക്കും അകത്തേക്കും. ഇതൊക്കെ നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റിനെയൊക്കെ നന്നായിട്ട് ഫിക്സ് ചെയ്യാനും മൊബിലൈസ് ചെയ്യാനും വളരെ വളരെ ഉപകാരപ്രദമാകും. അങ്ങനെ എല്ലാ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ആയിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ കാലിൻ്റെ എക്സസൈസ് ചെയ്തു, കാൽ ഉപ്പുറ്റി, അതുപോലെ തന്നെ ആങ്കിൾ ജോയിൻ്റ്, ഹിപ്പ് ജോയിൻ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തു. അതിനുശേഷം നമ്മൾ വളരെ സാവധാനം നമ്മൾ എഴുന്നേറ്റ് വരിക. ശേഷം നമ്മൾ ഈ വജ്രാസനത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കസേരയിലോ ഇരുന്നിട്ട് നമ്മൾ വളരെ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ നമ്മൾ ശ്വാസഗതി ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ 2 വിരൽ ഉപയോഗിച്ച് ഒരു വശത്തു നിന്ന് ശ്വാസം എടുത്തിട്ട് മറ്റു വശത്തൂടെ വിടുക. വീണ്ടും റൈറ്റ് ടു ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീത്തിങ്. ഒന്നുകൂടി. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ഈസി ആയിട്ടൊരു ബ്രീത്തിങ് എക്സസൈസും ചെയ്ത് നമ്മളുടെ ഈ ഒരു ചെറിയൊരു യോഗ സെഷൻ അവസാനിപ്പിക്കുക. അതിനുശേഷം വീണ്ടും നാളെ വീണ്ടും ഒരു 20-25 മിനിറ്റ്സ് ഇതിനു വേണ്ടി മാറ്റിവെക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരാൻ പാടില്ല. അതായത് എനിക്ക് യോഗ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം ഇനി വരാൻ പാടില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയുമായി വരാം.